ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് വയസ്സ് 30 കഴിഞ്ഞു, ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ട്. കോടീശ്വരനാകാനുള്ള ചാൻസ് ഒക്കെ പോയില്ലേ. നമ്മുടെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്ന പലരുടെയും ഒരു പേടി തന്നെയാണിത്. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, 20-ആം വയസ്സിൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളും 30-ആം വയസ്സിൽ അതിന്റെ ഡബിൾ 10000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റൊരാളും, ഇതിൽ ആരായിരിക്കും മുന്നിലെത്തുക? രണ്ടാമത്തെ ആൾ ഇരട്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടേണ്ടതല്ലേ? എന്നാൽ ഇതിന്റെ കണക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഷോക്കായി പോകും. എന്താണ് ഈ ഒരു ഞെട്ടിക്കുന്ന വ്യത്യാസമെന്നും ലേറ്റ് ആയിട്ട് തുടങ്ങുന്നവർക്ക് ആ ഒരു നഷ്ടം എങ്ങനെ നികത്താമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾ 30കളിലോ അല്ലെങ്കിൽ 40കളിലോ ആണെങ്കിൽ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പുത്തൻ ക്ലാരിറ്റി കിട്ടും. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പൊ എന്താണ് യഥാർത്ഥ നഷ്ടം? മാജിക് ഓഫ് കോമ്പൗണ്ടിങ്. ഇവിടെ നമുക്കൊരു രണ്ടുപേരുടെ കഥയായിട്ട് എടുക്കാം. നമുക്ക് അവരെ അരുൺ എന്നും ബിനു എന്നും ഒക്കെ വിളിക്കാം. അരുൺ തന്റെ 20-ാമത്തെ വയസ്സിൽ തന്നെ 5000 രൂപ വെച്ച് ഒരു മ്യൂച്വൽ ഫണ്ട് SIP ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 60 വയസ്സിൽ റിട്ടയർ ചെയ്യാനാണ് പ്ലാൻ. അതായത് അവൻ കറക്റ്റ് ആയിട്ട് 40 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ ബിനു കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരുന്നു. അവനൊരു 30 വയസ്സായപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത്. പക്ഷെ ലേറ്റ് ആയല്ലോ എന്ന് ഓർത്ത് അരുൺ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഡബിൾ എമൗണ്ട്, അതായത് മാസം 10000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ബിനുവും 60 വയസ്സിൽ തന്നെ റിട്ടയർ ചെയ്യണം. അവന് 30 വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ലഭിക്കുക. അപ്പോൾ ഇനി പറയൂ, ആർക്കായിരിക്കും റിട്ടയർമെന്റ് ടൈമിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാവുക? ഒരു നോട്ടത്തിൽ ബിനു എന്ന് തോന്നാൻ കാരണം എല്ലാ മാസവും അവൻ കൂടുതൽ പണം ഇടുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് പലരും കേട്ടിട്ടുള്ള ഐൻസ്റ്റീന്റെ ലോകത്തെ 8ാമത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പവർ ഓഫ് കോമ്പൗണ്ടിങ് അതിന്റെ കളി തുടങ്ങുന്നത്. നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ സംസാരിക്കാം. രണ്ടുപേർക്കും വർഷം ശരാശരി 12% റിട്ടേൺ കിട്ടുന്നു എന്ന് കരുതുക. 60 വയസ്സാകുമ്പോൾ അരുണിന്റെ സമ്പാദ്യം ആകെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് 5000 രൂപ ഇന്ന് 12 മാസം ഇന്ന് 40 വർഷം 24 ലക്ഷം രൂപ. പക്ഷെ കോമ്പൗണ്ടിങ് എന്ന മാജിക് കാരണം ഈ തുക വളർന്ന് ഏതാണ്ട് 5.8 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി ബിനുവിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബിനു ആകെ ഇൻവെസ്റ്റ് ചെയ്തത് 10000 രൂപയാണ്. 12 മാസം 30 വർഷം 36 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അരുണിനേക്കാൾ 12 ലക്ഷം രൂപ കൂടുതൽ ബിനു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 60 വയസ്സാകുമ്പോൾ ബിനുവിന്റെ കയ്യിൽ വരുന്നത് ഏകദേശം 3.5 കോടി രൂപ മാത്രമായിരിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ. 12 ലക്ഷം രൂപ കൂടുതൽ മുടക്കിയിട്ടും ബിനുവിന് കിട്ടിയത് അരുണിന്റെ ഏതാണ്ട് പകുതി മാത്രം, അല്ലെങ്കിൽ അരുണിന് ഏകദേശം 2.3 കോടി രൂപയുടെ ലീഡ് ഇവിടെ ഉണ്ടായി എന്ന് വേണം കരുതാൻ. അതിന് കാരണം ഒന്ന് മാത്രമാണ്, അരുൺ ഒരു 10 വർഷം നേരത്തെ തുടങ്ങിയപ്പോൾ അവന്റെ പണത്തിന് വളരാൻ ഒരു ഡീക്കേഡ് കൂടി അധികം കിട്ടി. കോമ്പൗണ്ടിങ്ങിന്റെ മുഴുവൻ ബെനഫിറ്റും കിട്ടിയത് അരുണിനാണ്. അപ്പോൾ ഇതാണ് ലേറ്റ് ആയിട്ട് തുടങ്ങുന്നതിലെ ഏറ്റവും വലിയ നഷ്ടം. നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഓരോ വർഷത്തിനും കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. തുടക്കത്തിൽ ഇൻവെസ്റ്റ്മെന്റ് പതുക്കെ വളരുന്നത് കാണുമ്പോൾ പലർക്കും ക്ഷമ പോകും. ചെറിയ ലാഭത്തിൽ പണം പിൻവലിക്കുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് തന്നെ നിർത്തുകയോ ഒക്കെ ചെയ്യും. ഇതാണ് പലർക്കും പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. അപ്പോ 30-ന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? ഈ കണക്ക് കാണുമ്പോൾ 30 കഴിഞ്ഞവർക്ക് സ്വാഭാവികമായിട്ടും ഒരു നിരാശ തോന്നും. അയ്യോ, എന്റെ ഒരു ബെസ്റ്റ് ടൈം പോയല്ലോ, ഇനി തുടങ്ങിയിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ചിന്തിക്കും. അവിടെയാണ് നിങ്ങൾക്ക് വീണ്ടും തെറ്റുന്നത്. 30 വയസ്സിന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് ഒരു മണ്ടത്തരമല്ല, തുടങ്ങാതിരിക്കുന്നതാണ് യഥാർത്ഥ മണ്ടത്തരം. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒരു മരം നടാൻ ഏറ്റവും നല്ല സമയം 20 വർഷം മുമ്പായിരുന്നു. രണ്ടാമത്തെ മികച്ച സമയം അത് ഇന്നാണ്. ഈ വാക്കുകൾ എപ്പോഴും ഓർക്കുക. നിങ്ങൾ ലേറ്റ് ആയി എന്നത് ഒരു റിയാലിറ്റിയാണ്. പക്ഷെ നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് അതിനർത്ഥമില്ല. നിങ്ങൾക്ക് 20 വയസ്സുകാരനായ അരുണിനെ പോലെ തുടങ്ങാൻ പറ്റിയില്ലായിരിക്കാം. പക്ഷേ 30-ൽ തുടങ്ങിയ ബിനുവിനേക്കാൾ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാധിക്കും. നഷ്ടപ്പെട്ട സമയം തിരികെ കിട്ടില്ല, പക്ഷെ ആ നഷ്ടം നികത്താൻ വഴികളുണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നഷ്ടപ്പെട്ട സമയം എങ്ങനെ റിക്കവർ ചെയ്യാം? വൈകി ഓട്ടം തുടങ്ങുന്നവർക്ക് നഷ്ടം നികത്തി ഫിനാൻഷ്യൽ ഗോൾസ് നേടാൻ പ്രധാനമായിട്ട് 3 വഴികളാണ് മുന്നിലുള്ളത്. ഒന്നാമത്തെ വഴി ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂട്ടുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും സിമ്പിളായ വഴി. 10 വർഷം നഷ്ടമായെങ്കിൽ ആ സമയം കവർ ചെയ്യാൻ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുക. ബിനു 5000-ന് പകരം 10000 ഇൻവെസ്റ്റ് ചെയ്തില്ലേ? പക്ഷെ അത് മതിയാകാതെ വന്നു. അത് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രോബ്ലം. അപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുകൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വരുമാനത്തിന് മിനിമം 15-20% ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സാധാരണയായിട്ട് 30കളിലാണ് പലർക്കും കരിയറിന്റെ ഒരു സ്റ്റെബിലിറ്റിയും സാലറി ഹൈക്കും കിട്ടി തുടങ്ങുന്നത്. ഈ സമയത്ത് ജീവിത ചെലവുകൾ ഒന്ന് കൺട്രോൾ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിന് നല്ലൊരു ഭാഗം ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയാൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഉദാഹരണത്തിന് 30 വയസ്സുള്ള ഒരാൾ മാസം 15000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. 12 വർഷം 12% വാർഷിക റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ 60 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 5.2 കോടിയോളം രൂപ നേടാനാകും. ബിനു നേടിയ 3.5 കോടിയേക്കാൾ എത്രയോ മുകളിലാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം എമൗണ്ട് കൂട്ടാൻ പറ്റുമോ അത്രയും നല്ലത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ വഴി സ്റ്റെപ്പ് അപ്പ് SIP.
എന്ന സൂപ്പർ പവർ ഉപയോഗിക്കാം. ലേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നവർക്കുള്ള ഒരു ബ്രഹ്മാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സ്റ്റെപ്പ് അപ്പ് SIP? വളരെ സിമ്പിൾ ആയിട്ട് ഓരോ വർഷവും നിങ്ങളുടെ SIP എമൗണ്ട് ഒരു നിശ്ചിത ശതമാനം ഉയർത്തുക. ഉദാഹരണത്തിന് 10% വർദ്ധിപ്പിക്കുക. നമുക്ക് ബിനുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാം. അവൻ മാസം 10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. സാധാരണ SIP ആയിരുന്നെങ്കിൽ 30 വർഷം കൊണ്ട് 3.5 കോടി രൂപ നേടുമായിരുന്നു. ഇനി അവൻ ഓരോ വർഷവും തന്നെ ഇൻവെസ്റ്റ്മെന്റ് 10% വെച്ച് കൂട്ടുകയായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? അതായത് ആദ്യ വർഷം മാസം 10,000, രണ്ടാം വർഷം 11,000, മൂന്നാം വർഷം 12,000, അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ 60 വയസ്സാകുമ്പോൾ ബിനുവിന്റെ കയ്യിൽ എത്ര രൂപയുണ്ടാകും എന്ന് നിങ്ങൾക്കറിയാമോ? അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 6.5 കോടി രൂപ എന്നാണ് എനിക്ക് ലഭിക്കുന്ന റിസൾട്ട്. അപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? കളി മാറിയിട്ടുണ്ട്. 20-ൽ തുടങ്ങിയ അരുണിന്റെ 5.8 കോടിയേക്കാൾ കൂടുതൽ വെറും ഒരു 10% വാർഷിക വർധനവ് കൊണ്ട് ബിനുവിന് അരുണിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. കാരണം ലളിതമാണ്. മിക്കവർക്കും എല്ലാ വർഷവും സാലറിയിൽ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവും. ആ ഒരു ഇൻക്രിമെന്റിന്റെ ഒരു പങ്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുക. ഇത് നിങ്ങളെ റോക്കറ്റ് വേഗത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിക്കും. ഇത് നമുക്ക് മൂന്നാമത്തെ വഴി നോക്കാം. റിസ്ക്കും റിട്ടേണും സ്മാർട്ട് ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പ്രായം കൂടുന്നതോറും റിസ്ക് എടുക്കാൻ പേടിയാകും എന്ന് പറയാറുണ്ട്. ഇതൊരു പരിധിവരെ ശരിയാണ്. എന്നാൽ ലേറ്റ് ആയിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഗ്രോത്ത് വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ കുറച്ച് റിസ്ക് കൂടിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയില്ല. ബാങ്കുകളെ, ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ മാത്രം ആശ്രയിക്കുന്നത് നിർത്തുക. സേഫ് ആണെന്ന് തോന്നാമെങ്കിലും ഇൻഫ്ലേഷൻ കൂടി കണക്കിലെടുക്കുമ്പോൾ നിങ്ങളുടെ പണം യഥാർത്ഥത്തിൽ അവിടെ വളരുന്നില്ല. 30-കളിലും 40-കളിലും ഉള്ള ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രധാന ഭാഗം ഒരുപക്ഷെ 60 മുതൽ 75% വരെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പരിഗണിക്കാവുന്നതാണ്. കാരണം ലോങ് ടൈമിൽ മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങളെ അതിജീവിച്ച് മികച്ച റിട്ടേൺ തരാൻ ഈ ഇക്വിറ്റികൾക്ക് കഴിയും. അപ്പൊ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഇക്വിറ്റി, ഡെപ്റ്റ്, ഗോൾഡ് കൂടാതെ PPF, NPS പോലെയുള്ള ഗവൺമെന്റ് സ്കീമുകളിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫൈൽ അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് വിഭജിച്ചു നൽകുക. ഈ ഘട്ടത്തിൽ ഒരു നല്ല ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം കൂടി നേടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ പ്രായത്തിനും ലക്ഷ്യത്തിനും അനുസരിച്ച് ഒരു മികച്ച പ്ലാൻ ഉണ്ടാക്കാൻ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മികച്ച പ്ലാൻ ഉണ്ടാക്കാൻ കൂടി കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. 30 വയസ്സിന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് ഒരു ഓട്ട മത്സരത്തിൽ അല്പം ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയാണ്. മറ്റുള്ളവർ മുന്നോട്ട് ഓടിപ്പോയെന്ന് ഒരു ഫീൽ ഉണ്ടാകാം. എന്നാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല എന്നല്ല. നിങ്ങൾ കുറച്ചുകൂടി സ്പീഡിൽ ഓടണം, കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ട് ഓടണം. അത്രമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാം. സമയമാണ് ഹീറോ. കോമ്പൗണ്ടിങ്ങിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ എത്രയും നേരത്തെ തുടങ്ങുന്നു അത്രയും നല്ലത്. വൈകിയാലും ലേറ്റ് ആയിട്ടില്ല. 30 വയസ്സ് ഒരു അവസാനമല്ല, പുതിയ തുടക്കമാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് യഥാർത്ഥ നഷ്ടം. പിന്നിൽ നിന്ന് മുന്നോട്ട് കുതിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂട്ടുക. എല്ലാ വർഷവും SIP തുക വർദ്ധിപ്പിച്ച് സ്റ്റെപ്പ് അപ്പ് മെത്തേഡ് ഉപയോഗിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് കുറച്ച് കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്ത് മികച്ച റിട്ടേൺ തരുന്ന അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും തുടങ്ങാൻ മടിക്കരുത്. ഇന്ന് നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ ചെറിയ തുകയും വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര ഇന്ന് തന്നെ തുടങ്ങുക. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ ടോപ്പിക്കുകൾ വളരെ സിമ്പിൾ ആയിട്ട് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ അയച്ചു കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഷെയർ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സഹായിച്ചേക്കും. തീർച്ചയായിട്ടും അത് അവർക്ക് വലിയൊരു ഉപകാരമായി മാറട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.